ഇന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പരിപ്പുവട ഉണ്ടാക്കി നമുക്ക് വിറ്റ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളെല്ലാവരും അച്ചാറുണ്ടാക്കിയൊക്കെ മടുത്തിരിക്കുമല്ലേ അല്ലേ? അപ്പം നമുക്കിന്ന് പുതിയതായിട്ട് നമുക്കത് ഇതുണ്ടോ, നല്ല പരിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ എന്താ വിവരാമ ഇന്ന് പരിപ്പൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കണമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അപ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് പരിപ്പുവട ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി പാടാട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ ചേർന്ന് നല്ല ഉപ്പും എരിവും ഒക്കെ ചേർന്നിരിക്കുന്ന ഇഞ്ചിയുടെ ചുവയൊക്കെയുള്ള നല്ല പരിപ്പുവട. അതെല്ലാവർക്കും എന്നും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പരിപ്പുവട നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നോക്കാം. പരിപ്പുവട നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ തിന്നുന്ന കുഞ്ഞിതായിട്ട് തിന്നുന്ന വീഡിയോസ് അല്ലാട്ടോ നമ്മൾ ഇന്നും പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെറുകടി ബിസിനസ്സായിട്ടും നമുക്ക് ഒത്തിരി ബിസിനസ്സിൻ്റെ വീഡിയോസുകളാട്ടോ നമ്മൾ ഇന്നും തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുകടിയൊക്കെ ഉണ്ടാക്കി എങ്ങനെ നമ്മൾ വിപണിയിൽ എത്തിക്കാം. ഇവിടെയൊക്കെ ഒരു ചെറുകടി നമുക്ക് 9 രൂപയ്ക്കാണ് നമുക്ക് എല്ലാവരും തന്നെ കടയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. 3 രൂപ മാത്രമാണ് കടയിൽ വിറ്റാൻ കിട്ടുന്നത്. 12 രൂപയ്ക്ക് വിൽപ്പന വിലയാണ്. അപ്പോൾ നമുക്കിത് ഉഴുന്നോടെ പരിപ്പോടെ എല്ലാം നമുക്ക് കടകളിൽ കൊണ്ടുവയ്ക്കുന്നതാണ് 9 രൂപയ്ക്കാണ് വയ്ക്കുന്നത്. ചിലരൊക്കെ പറയും 5 രൂപ 6 രൂപ ഉള്ളൂ എന്നൊക്കെ. 5 രൂപയുടെ കടിയൊക്കെ തീർത്തും വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കി ചെറുകടി ബിസിനസ് ആരംഭിക്കാം. നേരത്തെ ഞാൻ പിന്നെ സുഖിയനും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിരുന്നു. ഒത്തിരി പേരൊക്കെ അത് ഉണ്ടാക്കിയൊക്കെ നല്ലോണം മാർക്കറ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് എല്ലാവരും ചോദിച്ചു, ചേച്ചി പരിപ്പുവടയുടെ ബോണ്ടയുടെയൊക്കെ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് പരിപ്പുവടയുടെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പുവടയൊക്കെ ഉണ്ടാക്കി നല്ലതായി കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിൽ പരിപ്പുവട നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്റ്റലുകളിലോ തൊട്ടടുത്ത് ആരുടെയും ഓർഡർ പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് ആട്ടോ ഇത്. വലിയ അലച്ചിലൊന്നുമില്ല, നമുക്ക് ഐഡിയാപരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ല ബിസിനസ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാനായിട്ടുള്ള ഇത് കണ്ടോ, 1 ബൗൾ നിറച്ച് എന്നാണ് പരിപ്പുണ്ട്. ഇത് നമ്മൾ 700 ഗ്രാം പരിപ്പ് ഞാൻ തൂക്കിയെടുത്താൽ കേട്ടോ. കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൃത്യം അളവെല്ലാം കൃത്യമായിട്ട് പറഞ്ഞാട്ടോ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. 700 ഗ്രാം പരിപ്പുണ്ട്. ഇത് നനഞ്ഞ ബൗളിനകത്തേക്ക് എടുത്തിട്ടാണ് അതിനകത്ത് പിടിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാവേ. 2-3 പ്രാവശ്യം ഇതിന് നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിടാൻ. വായൊക്കെ പൊളിച്ചോണ്ടാണല്ലോ എന്നത് മിക്കത്തിയാട്ടോ. പക്ഷെ അങ്ങനെക്കൂട്ടി നല്ല വെള്ളമൊക്കെ കൊണ്ട് തന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാവേ. ശരിക്കും പറഞ്ഞാൽ പരിപ്പ് 2 മണിക്കൂർ ശരിക്കും കുതിർന്നതിന് ശേഷമായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 മണിയായി, നമുക്ക് 12 മണിയാകുമ്പോഴാണ് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അതുവരെ നന്നായിട്ട് കുതിരണം കേട്ടോ. കുതിർന്നിട്ട് നമ്മൾ കുറച്ച് പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്ത് എടുത്ത് വെക്കരുത്. അന്നേരം പരിപ്പ് ശരിക്കും പുളിച്ചു പോകും. അന്നേരം എണ്ണയ്ക്കകത്തിട്ട് ആ കറുത്തൊക്കെ പോകുമേ. അപ്പോൾ നമുക്കിനി സവാളയുടെ ഒക്കെ കണക്ക് പറഞ്ഞു. നമ്മളിനി സവാളയൊക്കെ എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ചു തരാവേ. ചെറുതായിട്ട് അരിഞ്ഞിടണം, ഇല്ലെങ്കിൽ നമുക്കത് പരിപ്പോടെ കൂട്ടുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് നിൽക്കും, തെറിച്ച് നിൽക്കുമേ. നമുക്ക് ചെറുതായിട്ട് തന്നെ വളരെ അരിഞ്ഞിടാവേ. ഒട്ടും കഷ്ണം വീഴാതെ ചെറുത് കഷ്ണം വീണാലും എടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടണം കേട്ടോ. ചെറുതായിട്ട് അരിയുമ്പോൾ എന്നാണെന്ന് വെച്ചാലും ചെറിയ കഷ്ണമൊക്കെ വീഴും. അപ്പോൾ അതെടുത്തൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞിടണം. എല്ലാവരും കൊത്തിയൊക്കെ അരിയും കേട്ടോ. എനിക്കിതായി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിയണേ. ഇപ്പോൾ സവാള നമ്മൾ മൊത്തം ഇതുണ്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു. ഇത്രയും ചെറുതാക്കിയാൽ മതി കേട്ടോ. തീരെ പൊടിയൊന്നും ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. സവാളയ്ക്ക് ഇച്ചിരി കടിച്ചാലാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാവേ. ഇഞ്ചി 4ആയിട്ട് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. നമ്മൾ 100 ഗ്രാം പച്ചമുളക് ആട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 100 ഗ്രാം നമുക്ക് അരിഞ്ഞിട്ടേക്കാവേ. ശരിക്കും ചരിച്ച് കഴിഞ്ഞിട്ടാൽ മതി. അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില അരിഞ്ഞിടാം കേട്ടോ. കറിവേപ്പില ഇങ്ങനെ തന്നെ ഇട്ടാൽ വലിയ
നാര് പോലെ നിൽക്കും. നമുക്ക് അരിഞ്ഞെടുത്തിടാവേ. എല്ലാ ചേരുവകളും എടുത്തു. നമ്മൾ ആ പറഞ്ഞതിൽ ആ മുളക് മാത്രം, ഇത് ഭയങ്കര എരിവാന്ന് തോന്നിയുകൊണ്ട് 3-4 മുളക് ഞാൻ എടുത്തില്ല കേട്ടോ. ഇനി അത് നമുക്ക് വാരി മിക്സിക്കകത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. ഇത് കണ്ടോ, 2 മണിക്കൂർ 2.5 മണിക്കൂറോളം കഴിഞ്ഞ് നന്നായിട്ട് പരിപ്പ് കൊതുന്നു. ഇത് നമുക്ക് ഇനി അരച്ചെടുത്തുകൊണ്ട് വന്ന് കാണിക്കാവേ. നമ്മൾ വെള്ളത്തിലിട്ട പരിപ്പ് നമുക്ക് കണ്ണാപ്പയ്ക്കകത്ത് ഒരു ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ജാറിനകത്തേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, പരിപ്പ് എല്ലാവരും മുറിച്ചൊക്കെ ഇടാവുള്ളൂ, അതാ പരിപ്പ് വടയ്ക്ക് നല്ലതെന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് അരച്ചെടുക്കുന്ന പരിപ്പ് വട കേട്ടോ നല്ല, ശരിക്കും നമ്മൾ നല്ല പരത്തി നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് കണ്ടോ, ഞാൻ ഇന്ന് ഈ ഇളവിനാട്ടോ എടുക്കുന്നത്. ഇത് നല്ല അടിപൊളിയാട്ടോ. ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. പരിപ്പട നമ്മൾ ഫുള്ളായിട്ട് തന്നെ അരച്ചെടുത്തു കേട്ടോ. അതിനകത്ത് ഒത്തിരി പരിപ്പ് കടിക്കാനൊന്നുമില്ല. ഞാൻ ഏകദേശം ഇങ്ങനെയാട്ടോ ഉണ്ടാക്കണേ. ഇപ്പോൾ ഇത് പരിപ്പട ഉണ്ടാക്കി വരുമ്പോൾ നല്ല ശേലാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ കൂട്ട് എല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഒത്തിരി നല്ല ഇഷ്ടംപോലെ അരിഞ്ഞ കഷ്ണങ്ങൾ വേണം, എന്നാലാണ് നമുക്ക് പരിപ്പട ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടുകയുള്ളേ. ശങ്കരിക്കുട്ടി എന്നാൽ മഞ്ഞപ്പൊടിയും എടുത്തുകൊണ്ട് വന്ന്. ശങ്കരിക്കുട്ടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണമായിരുന്നു, അത് ഇട്ടില്ല. മഞ്ഞപ്പൊടിയുടെ കാര്യം പറയാനും വിട്ടു. ഓടിച്ചെന്നെടുത്തോണ്ട് ഓടി വാ. ശങ്കരിക്കുട്ടി ഉള്ളതുകൊണ്ട് പിന്നെ ഓടിച്ച് വിടാൻ എളുപ്പമുണ്ട്. ഓടി എടുത്തോണ്ട് ഓടി വാ, വേഗം ഉണ്ടാക്കാൻ നമുക്ക് പരിപ്പടാം. ഇതിന് ചെറിയ കളറുള്ളതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ നല്ല നല്ല പരിപ്പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ചിലരിടും ചിലരിടില്ല, പക്ഷെ നമ്മളിപ്പോൾ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇഷ്ടം. എന്നാടെ ഇത്തിരി താമസം? അങ്ങനെ ശങ്കരി ഇടും, ഒരു പൊടിക്കിട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഒത്തിരി ഇടരുത്. മതി 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 മതി. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞൾ ചോദിക്കും. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഒരു കളർഫുള്ളായിട്ടുള്ളതിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയായിട്ട് ഇടുകയുള്ളൂ. കൈ കൊണ്ടൊക്കെ തിരുമ്മി കൂട്ടണമെന്നിട്ടാ, ഞാൻ തവിയും കൊണ്ടാട്ടോ ഇങ്ങനെ കൂട്ടാറ്. മുളക് കുഴക്കോടെ ആയതുകൊണ്ട് കൈയൊക്കെ നന്നായിട്ട് എരിയും. കൈ കൊണ്ടാണ് എല്ലാവരും കൂട്ടി നന്നായിട്ട് എടുക്കണം, നന്നായിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ, നമുക്ക് ഇനി എണ്ണ അടപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാനായിട്ട് അടപ്പ് വെച്ചിട്ടുണ്ട്. സമയം ഒത്തിരി പോയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പരിപ്പുവട ഉണ്ടാക്കാവേ. ഇവിടെ നമുക്കിന്ന് നല്ല അടിച്ചത്ത് മഴയാട്ടോ. നല്ല മഴയത്ത് നല്ല ചൂട് പരിപ്പുവടയും കട്ടൻ ചായയൊക്കെ കൂട്ടി നമുക്കിന്ന് കഴിച്ചു നോക്കിയാലോ ശങ്കരി? എന്തൊരു മഴയാ, ഭീകരം മഴ. നല്ല കാറ്റുമാണല്ലോ ഇന്ന്, സെറ്റപ്പ് കാറ്റ്. അപ്പം ശങ്കരിട്ടേ മഴയും കണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പരിപ്പുവട തിന്നാലോ ഉണ്ടാക്കി? എങ്ങനെ പരിപ്പുവട ഉണ്ടാക്കണേ? ഇപ്പം നല്ല മഴയൊക്കെ പെയ്യും കേട്ടോ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് എന്താ പരിപ്പുവട ഇത് ഇങ്ങോട്ട് നോക്കേ. മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? പരിപ്പുവട ഉണ്ടാക്കി നമുക്ക് തിന്നും. നമുക്ക് സെറ്റായിട്ട് പരിപ്പുവട ഉണ്ടാക്കി തിന്നാം. അപ്പോൾ പരിപ്പ് നമ്മൾ അരച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇതുണ്ടോ, കുറച്ച് വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വേണം കേട്ടോ എപ്പോഴും പരിപ്പുവട ഉണ്ടാക്കാൻ. അപ്പോഴാണ് നല്ലോണം നമുക്ക് കിട്ടും. ഒത്തിരി കയ്യിലൊന്നും നമുക്ക് പിടിക്കില്ല. അപ്പോൾ ശരിക്കും ഇങ്ങനെ പരത്തിയിട്ട് നന്നായിട്ട് പരത്തി ഉണ്ടാക്കിയാൽ മതി. നന്നായിട്ട് അരയ്ക്കുന്നതുകൊണ്ട് അങ്ങനെ പരിപ്പ് ഇടയ്ക്കിരിക്കുകയാണെങ്കിൽ അത് വിട്ട് പോവുക. പരിപ്പ് നന്നായിട്ട് അരച്ച് കഴിയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാവേ. ഇതുണ്ടോ, ഇതുപോലെ എടുത്തിട്ട് ശങ്കരിക്കുട്ടിയാണ് ആദ്യം പരിപ്പാട് തിന്നണേ. അപ്പോൾ പരിപ്പോട നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടപ്പോഴത്തേക്കും എൻ്റെ മോളാട്ടോ വീഡിയോ പിടിക്കണേ. അന്നേരം കുഞ്ഞേറ്റ് അത് കാരണം ഓടിപ്പോയി. അപ്പോൾ ഒരു പരിപ്പോട തന്നെ കാണിച്ചുള്ളൂ. ഞാൻ ആ സമയം കൊണ്ട് പരിപ്പോട എല്ലാം തന്നെ നല്ലോണം പരത്തിയിട്ടു. പരിപ്പോട നല്ലോണം വെന്തു കേട്ടോ. അത് കേട്ടോ, അത്രയും കൂട്ട് നമ്മൾ ഇടുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നല്ല മുഴുത്ത പരിപ്പോടയാണ്. നല്ല ഭയങ്കരമായ കാറ്റും മഴയാട്ടോ ഞങ്ങൾക്കിവിടെ. അന്നേരം തണുപ്പത്തൊക്കെ എല്ലാവരും ഓടി കടയിൽ വരും. അപ്പോൾ കടയിൽ കൊടുക്കുകയും ചെയ്യാം, വീഡിയോ പിടിക്കുകയും ചെയ്യാമെന്നോർത്താണ് ഇന്ന് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട്
പരിപ്പോടെയാണ് ഉണ്ടാക്കുന്നത്. ശങ്കരിക്കുട്ടിയുടെ ഒരു കുഞ്ഞു പരിപ്പോടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതുണ്ടോ ശങ്കരിക്കുട്ടി ഉണ്ടാക്കി പരിപ്പോടെ അതേ കിടക്കണു. തെയ്യമേ അയ്യോ ഇന്ന പാത്രമില്ലല്ലോ. അപ്പം പരിപ്പോടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാട്ടെ. ഇന്ന് അങ്ങനെ തന്നെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് അഭിപ്രായം പറയാൻ നോക്കി നോക്കുമ്പോൾ വീഡിയോ എടുക്കലൊക്കെ സമയം പോവേ. അപ്പം ഞാൻ തന്നെ എടുത്ത അഭിപ്രായം പറയാട്ടോ. അത് ഉള്ളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പരന്ന കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ട്. എല്ലാം നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയൊരു അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.